നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചിരിക്കുകയാണ്. 140 നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി ചിത്രം ഉടൻ തന്നെ വ്യക്തമാകും. മഞ്ചേശ്വരത്ത് SDPI മത്സരിക്കില്ല എന്നത് ഉറപ്പായിരിക്കുകയാണ്. KM അഷ്റഫ് പത്രിക പിൻവലിച്ചതോടുകൂടിയാണ് UDFന് ആശ്വാസമായത്. UDFന്റെ സമ്മർദ്ദത്താലാണ് പത്രിക പിൻവലിച്ചത്. കുട്ടനാട്ടിൽ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് പത്രിക പിൻവലിച്ചതോടെ വിമത നീക്കത്തിൽ UDFന് അവിടെയും ആശ്വാസമായി. കോട്ടയ്ക്കൽ, തിരൂർ മണ്ഡലങ്ങളിൽ സ്വതന്ത്രനായി മത്സരിക്കില്ലെന്ന് NA മുഹമ്മദ് കുട്ടി അറിയിച്ചു. തൃശൂരിൽ കോൺഗ്രസ് വിമതൻ പത്രിക പിൻവലിച്ചു. അങ്ങനെ മിക്കയിടത്തും UDFന് വിമതരെ പിന്തിരിപ്പിക്കാനായി എന്ന ഒരാശ്വാസമുണ്ട്. തിരുവനന്തപുരത്ത് CP ജോണിന്റെ അപരൻ S ജോൺ പത്രിക പിൻവലിച്ചിട്ടുണ്ട്. അവിടെയും ആശ്വാസമാണപ്പോൾ. തളിപ്പറമ്പിൽ കോൺഗ്രസിന് പക്ഷേ തിരിച്ചടി തന്നെയാണ്. വിമതൻ രംഗത്തുണ്ടാകും എന്നത് ഉറപ്പാണ്. കോയം ജനാർദ്ദനൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. വലിയ സമ്മർദ്ദമുണ്ടായിരുന്നുവെങ്കിലും മത്സരിക്കാനുള്ള തീരുമാനത്തിൽ കോയം ജനാർദ്ദനൻ ഉറച്ചു നിൽക്കുകയാണ്. ബേപ്പൂരിൽ PV അൻവറിന് 4 അപരന്മാരുണ്ട്. G സുധാകരന് തെങ്ങുംതോപ്പാണ് ചിഹ്നം അനുവദിച്ചിരിക്കുന്നത്. PV അൻവർ ഗ്യാസ് സിലിണ്ടർ ചിഹ്നത്തിൽ മത്സരിക്കും. കോവളം മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഭഗത് റൂഫസിന് ചിഹ്നം മുന്തിരിയാണ്. അഹമ്മദ് ദേവർകോവിലിന് അനുവദിച്ചത് ബക്കറ്റ് ചിഹ്നമാണ്. തിരുവനന്തപുരത്തിന് ഒപ്പം സാരംഗ് വിവരങ്ങളുമായി ചേരും. നമുക്കൊപ്പം ഇപ്പോൾ MS അനീഷ് കുമാറാണ് വിവരങ്ങളുമായി ആദ്യം ചേരുന്നത്. അനീഷ്, തെരഞ്ഞെടുപ്പ് ചിത്രമായിരിക്കുന്നു എങ്കിൽ പോലും അവസാന കാഴ്ച എന്താണ് എന്നത് നമ്മൾ അറിയാൻ കാത്തിരിക്കുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. 985 സ്ഥാനാർത്ഥികൾ 140 മണ്ഡലങ്ങളിലായി ഈ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഉണ്ടായിരുന്നു. അതിൽ വലിയ കുറവ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പലയിടത്തും വിമതരെ അനുനയിപ്പിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. തീർച്ചയായും രേണുക, ഈ പത്രികാ സമർപ്പണവും പിന്നീട് സൂക്ഷ്മ പരിശോധനയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പത്രിക പിൻവലിക്കുന്ന അവസാന ദിവസമാണ് ഈ വിമത ഭീഷണിയും ഒപ്പം സ്വതന്ത്രരായി മത്സരിക്കുന്നവർക്ക് ചിഹ്നങ്ങൾ ലഭിക്കുന്നതിനുമൊക്കെയുള്ള ഏറ്റവും നിർണായകമായ ദിവസം. എന്തായാലും തെരഞ്ഞെടുപ്പ് ചിത്രം ഏറ്റവും വ്യക്തമാവുക ഈ പിൻവലിക്കാനുള്ള ദിവസം കൂടി കഴിഞ്ഞാവും. എന്തായാലും പലയിടങ്ങളിലും അപരന്മാർ ഒഴിവായിരിക്കുന്നു. പക്ഷേ ചിലയിടങ്ങളിൽ ചിഹ്നവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കുന്നു. അതിലേറ്റവും പ്രധാന എതിർപ്പ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടു വന്നിരിക്കുന്നത് വടകര മണ്ഡലത്തിലെ KK രമതനെയാണ്. അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഫുട്ബോൾ ചിഹ്നത്തിലായിരുന്നു. ഒപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രതിനിധികൾ മത്സരിച്ചതും വിജയിച്ചതും ഈ ഫുട്ബോൾ ചിഹ്നത്തിൽ തന്നെയായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫുട്ബോൾ ചിഹ്നം മരവിപ്പിക്കുകയും ഇക്കാര്യം പാർട്ടിയെ അറിയിക്കാതിരിക്കുകയും ചെയ്തു. തുടർന്ന് ഇത്തവണ ടെലിവിഷൻ ചിഹ്നമാണ് KK രമയ്ക്ക് വടകരയിൽ മത്സരത്തിന് അനുവദിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നുള്ള ആരോപണവുമായി RMP ഇതിനകം എത്തിയിരിക്കുന്നു. കാരണം ഇതിന് തൊട്ടു മുമ്പ് പോലും ചിഹ്നം മാറ്റുന്നത് സംബന്ധിച്ച ഒരു കാര്യം അറിയിച്ചില്ല. പാർട്ടിക്ക് MLA വരെയുള്ള ഒരു പാർട്ടിയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം അഹമ്മദ് ദേവർകോവില് ചോദിച്ചത് ഗ്ലാസ് ചിഹ്നമാണ്, എന്നാൽ ലഭിച്ചത് ബക്കറ്റ് ചിഹ്നമാണ് എന്ന പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. ഒപ്പം AK ശശീന്ദ്രനാണ്, അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായതാണ്. അദ്ദേഹത്തിന് കാഹളം മുഴക്കുന്ന ആൾ എന്ന ചിഹ്നമാണ്. NCPയുടെ സ്ഥാനാർത്ഥിയായി അജിത് പവാർ പക്ഷത്തിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഉള്ളതിനാൽ ക്ലോക്ക് ചിഹ്നം അദ്ദേഹത്തിന് നഷ്ടമാവും. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ എലത്തൂരിൽ നിന്നും മത്സരിച്ച് വിജയിച്ചത് ഈ ക്ലോക്ക് ചിഹ്നത്തിലാണ്. അദ്ദേഹത്തിന് ആ ചിഹ്നം നഷ്ടമാവുന്നു. അൻവർ, ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ബേപ്പൂരിൽ 2 സ്ഥാനാർത്ഥികൾക്കും അപരന്മാരുണ്ട്. ഇതിൽ അൻവർ ടിപ്പർ, ബക്കറ്റ്, ഗ്യാസ് സിലിണ്ടർ എന്നിങ്ങനെയുള്ള ചിഹ്നങ്ങൾ ആവശ്യപ്പെട്ടു. ഇതിൽ ഗ്യാസ് സിലിണ്ടർ എന്ന ചിഹ്നമാണ് അൻവറിന് നൽകിയിരിക്കുന്നത്. എന്തായാലും അക്കാര്യത്തിൽ അൻവർ ഇപ്പോൾ തൃപ്തനാണ് എന്നാണ് നയവുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ ഏറ്റവും അധികം പ്രതിസന്ധി നേരിടുന്നത് ഈ പാചകവാതക വിതരണവുമായൊക്കെയാണ്. അതുകൊണ്ട് ഗ്യാസ് സിലിണ്ടർ ചിഹ്നം ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങാൻ സഹായമാവും എന്നാണ് അദ്ദേഹം അല്പസമയം മുമ്പ് പറഞ്ഞത്. അൻവർ PV, അൻവർ അലി ഹസൻ, അൻവർ K, അൻവർ KP എന്നിങ്ങനെ 4 അപരന്മാർ അദ്ദേഹത്തിനെതിരെ മത്സരരംഗത്ത് അടിയുറച്ചു നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു. മുഹമ്മദ് റിയാസ് PC എന്നയാളാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരായി മത്സരരംഗത്തുള്ളത്. അദ്ദേഹവും ഉറച്ചു നിൽക്കുന്നു എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഒപ്പം G സുധാകരൻ, അമ്പലപ്പുഴയിലാണ് ഏറ്റവും കടുത്ത മത്സരം നടക്കുന്ന ഒരു മണ്ഡലം. അവിടെ CPM-ൽ നിന്നും പുറത്തിറങ്ങി സ്വതന്ത്രനായി മത്സരിക്കുന്ന UDFന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന G സുധാകരന് തെങ്ങുംതോപ്പാണ് ചിഹ്നമായി അനുവദിച്ചിരിക്കുന്നത്. കോവളം മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഫഗത് റൂഫസിന് മുന്തിരി ചിഹ്നം അനുവദിച്ചിരിക്കുന്നു. ഒപ്പം ഈ പലയിടങ്ങളിലും വിമത സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തുണ്ടായവർ പിന്മാറുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കുട്ടനാടിൽ DCC വൈസ് പ്രസിഡന്റായിരുന്ന സജി ജോസഫ് പത്രിക പിൻവലിച്ചത്. അതോടെ UDFന് വലിയ ആശ്വാസമായി
സ്വതന്ത്രനായി മാറിയിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചത്. കുട്ടനാട് മേഖലയിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയാണ്. കുട്ടനാട്ടിൽ മാത്രമല്ല സമീപ സ്ഥലങ്ങളിൽ കൂടി ഒരുപക്ഷെ അദ്ദേഹത്തിന് വോട്ടുകൾ മാറ്റാൻ സാധിക്കുമായിരുന്ന നേതാവാണ്. എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിനും ആശ്വസിക്കാം. ഒപ്പം ഏറ്റവും വലിയ ഒരു അഭ്യൂഹങ്ങൾ നിലനിന്ന അല്ലെങ്കിൽ ആകാംക്ഷയിൽ നിന്നൊരു സ്ഥലമാണ് മഞ്ചേശ്വരത്തെ SDP സ്ഥാനാർത്ഥി. അവിടെ KM അഷ്റഫ് പത്രിക പിൻവലിച്ചിരിക്കുന്നു. അദ്ദേഹം പത്രിക പിൻവലിക്കണമെന്ന് പലയിടങ്ങളിൽ നിന്നും സമ്മർദ്ദമുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ നേരിട്ട് ആവശ്യപ്പെടുന്നു. പല ഇടത്തു നിന്നുള്ള സമ്മർദ്ദം വരുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ചകൾ വളരെ ഗൗരവമായി നടന്ന ഒരിടമാണ്. എന്തായാലും അവിടെ നിന്നും KM അഷ്റഫ് പത്രിക പിൻവലിച്ചിരിക്കുന്നുവെന്ന ആശ്വാസ വാർത്ത UDF ക്യാമ്പിനും മറ്റും ഏറെ സന്തോഷം പകരുന്നതാണ്. ഒപ്പം കോട്ടയ്ക്കൽ തിരൂർ മണ്ഡലങ്ങളിൽ സ്വതന്ത്രനായി മത്സരിക്കില്ല എന്ന് NA മുഹമ്മദ് കുട്ടി അറിയിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ ഒപ്പം കോൺഗ്രസ് വിമതൻ പത്രിക പിൻവലിച്ചിരിക്കുന്നു എന്ന ആശ്വാസമുണ്ട്. തിരുവനന്തപുരത്ത് CP ജോണിന്റെ അവനായ S ജോൺ തളിപ്പറമ്പിൽ ഒഴികെ മറ്റിടങ്ങളിൽ വിമത ഭീഷണി UDFന് ഒഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിട്ടുണ്ടോ? അത്രയും വ്യക്തത ഈ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തളിപ്പറമ്പിൽ പക്ഷേ വിമതൻ രംഗത്തുണ്ടാകും. കൊയ്യം ജനാർദ്ദനനെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് ഫലം കണ്ടിട്ടില്ല. മത്സരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് അറിയിച്ചിരിക്കുന്നു. അപ്പോൾ പുറത്താക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉടൻ പ്രതീക്ഷിക്കുകയും ചെയ്യാം, അല്ലേ? തീർച്ചയായും ഈ തളിപ്പറമ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയായി തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം തുടരുന്നത്. കൊയ്യം ജനാർദ്ദനൻ മത്സരരംഗത്തുനിന്ന് പിന്മാറാൻ ഇനിയും തയ്യാറായിട്ടില്ല. പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ഫോമുലകളുമായി നേതൃത്വമൊക്കെ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. നമുക്കറിയാം അസാധാരണമായ ഒരു രാഷ്ട്രീയ ചിത്രം ഇത്തവണ നിലനിൽക്കുന്ന സ്ഥലമാണ് കണ്ണൂരിൽ. CPM-നോട് എക്കാലവും അടുത്ത് പ്രവർത്തിച്ചിരുന്ന ഏറ്റവും പരിചയസമ്പന്നരായ നേതാക്കൾ മറുവശത്തേക്ക് ചായുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അവിടെ തന്നെയാണ് പാർട്ടിക്ക് വളരെയേറെ ഉത്തരം പറയേണ്ടി വന്ന സ്ഥാനാർത്ഥികൾ, ശ്യാമൾ ടീച്ചർ പോലെയുള്ള സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. അത്തരമൊരു മത്സരം നടക്കുന്ന ഇടത്ത് 100 വോട്ടുകൾ പോലും ഭിന്നിച്ചു പോയാൽ അത് വലിയ നഷ്ടമാണ് എന്ന് UDF കണക്കാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. അവിടെ അദ്ദേഹത്തെ ഇപ്പോഴും അനുനയിപ്പിക്കാൻ പറ്റിയില്ല എന്നത് അവരുടെ സാധ്യതകൾക്കൊരു തിരിച്ചടി ആവും എന്ന തരത്തിൽ വിലയിരുത്തപ്പെടുന്നു. സാധാരണഗതിയിൽ നമുക്കറിയാം പതിവായി തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ സീറ്റ് കിട്ടാത്തവരൊക്കെ പത്രിക സമർപ്പിക്കും. പിന്നീട് ഒരുപക്ഷെ നേതൃത്വവുമായുള്ള ചർച്ചകൾക്കൊടുവിൽ ഒത്തുതീർപ്പ് എന്ന രീതിയിൽ ഒരുപക്ഷെ സൂക്ഷ്മ പരിശോധനാ സമയത്തൊക്കെ താല്പര്യം കാണിക്കാതിരിക്കും. പിന്നീട് അവിടെ നിന്നും സമ്മർദ്ദം കൂടുതൽ ആക്കിയാൽ മറ്റ് സ്ഥാനമാനങ്ങളോ അടുത്ത തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കാമെന്നുള്ളൊരു ഉറപ്പൊക്കെ ലഭിച്ചാൽ ഈ പത്രിക പിൻവലിക്കുന്ന ദിവസം പത്രിക പിൻവലിച്ച് മത്സരരംഗത്ത് നിന്ന് മാറുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണാറുണ്ട്. അതുവരെയുള്ള നടപടികളിൽ അച്ചടക്ക നടപടികൾ എടുക്കുകയോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ ഒന്നും ചെയ്യാറില്ല. കോൺഗ്രസ് ആണ് കുറച്ചുകൂടി ജനാധിപത്യ രീതിയിൽ കാര്യങ്ങൾ നീക്കുന്ന പാർട്ടി എന്നാണ് നേതാക്കൾ തന്നെ പറയുന്നത്. എന്തായാലും ആ ഒരു ഘട്ടം കൂടി കഴിഞ്ഞിട്ടും പത്രിക പിൻവലിക്കാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം മത്സരരംഗത്ത് നിന്നും ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഒപ്പം ചിഹ്നങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നിർണായകമായ ഒരു കാര്യം തന്നെയാണ് ചിഹ്നം. ഇപ്പോൾ നമുക്ക് ഈ എലത്തൂരിലെ ചിഹ്നത്തെ തന്നെ പരിശോധിച്ചാൽ 10-15 വർഷമായി NCP മത്സരിക്കുന്ന സീറ്റ്, ക്ലോക്ക് ചിഹ്നത്തിൽ AK ശശീന്ദ്രൻ മത്സരിക്കുന്ന സീറ്റ്, അവിടെ NCP എന്ന പേരിൽ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, NCPക്ക് ഒരു ചിഹ്നവുമുണ്ട്. അതുകൊണ്ട് അത് വലിയ ഒരു ആശയക്കുഴപ്പം വോട്ടർമാർക്കിടയിൽ ചിത്രീകരിക്കും. കാര്യമായ ഒരു വിദ്യാഭ്യാസം തന്നെ നൽകേണ്ട അവസ്ഥയിലേക്കൊക്കെ അക്കാര്യങ്ങൾ നീങ്ങും. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച KK രവിക്കും വലിയൊരു ആശയക്കുഴപ്പം വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഫുട്ബോൾ ചിഹ്നം വടകരയിലൊക്കെ ഈ RMPയുടെ പേരിൽ ആളുകൾക്കിടയിൽ വളരെ വ്യാപകമായി മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയാണ് ഒരു പുത്തൻ ചിഹ്നത്തിൽ KK രമ മത്സരിക്കേണ്ടി വരുന്നത്. എന്തായാലും മത്സര ചിത്രം ഏതാണ്ട് വ്യക്തമാകുന്നു. കൂടുതൽ കൃത്യമായ വിവരങ്ങൾ, കൂടുതൽ പിൻവലിച്ച സ്ഥാനാർത്ഥികളുടെ പട്ടികയൊക്കെ ഇനിയും വരും നിമിഷങ്ങളിൽ പുറത്തു വരിക തന്നെ ചെയ്യും. എടുക്കാം. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മത്സര ചിത്രം ഇതാണ്. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 985 പേരാണ് നേരത്തെ 140 മണ്ഡലങ്ങളിലായി ഈ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം നിലവിലുണ്ടായിരുന്നത്. അവരിൽ ഇനി എത്ര പേർ എന്ന ഒരു കാര്യമാണ് കൃത്യമായി അറിയേണ്ടത്. ആ കണക്കുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്കറിയാം നേരത്തെ കൊടുവള്ളിയിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നത്. മറ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകാനുണ്ട്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്നത് പലയിടങ്ങളിലും UDFന് വിമത ഭീഷണി മാറിയിരിക്കുന്നു എന്നൊരു സാഹചര്യമാണ്. പക്ഷേ തളിപ്പറമ്പിൽ ഇപ്പോഴും വിമതൻ രംഗത്ത് തന്നെയുണ്ട്. വിമതനായി നിൽക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ പുറത്താക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുമെന്ന ഭീഷണിയൊക്കെ കോൺഗ്രസ് ഉയർത്തിയിരുന്നതാണ്. എന്തായാലും അത് പിന്മാറിയിട്ടില്ല എന്നതാണ് സാഹചര്യം. എന്നാൽ മറ്റിടങ്ങളിലെ